ഒട്ടും നിസ്സാരമല്ലാത്ത 500 കാര്യങ്ങൾ. നിസാരങ്ങളിൽ നിസാരമെന്ന് തോന്നാവുന്ന 500 കഥകൾ. ഇത്തവണത്തെ കഥാമത്സരം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ കഥ എഴുതാനുള്ള കഴിവ്. ഈ കഥാമത്സരത്തിന്റെ കാര്യം പറഞ്ഞപാടെ കാഞ്ചന സ്വയംപ്രഭക സംഗതി സമ്മതിച്ചോ? അവർ സമ്മതിച്ചില്ല, ഞാൻ നിർബന്ധിച്ചു. അവരുടെ ഉള്ളിലുള്ള സാഹിത്യബോധം പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു മേലധികാരി എന്ന നിലയിൽ കെ മോഹനകൃഷ്ണന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ 500 വഴക്കുകൾ. മോഹനേട്ടാ, ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് വേണം. അതിന് കാശ് മുടക്കാൻ കഴിയില്ലെങ്കിലേ ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം. നിനക്ക് ഫീസ് കിട്ടുന്ന പണം ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എന്റെ സൗകര്യം പോലെ ചെലവാക്കാനുള്ള അവകാശവും സാമർഥ്യവും എനിക്കുണ്ട്. വിചിത്രങ്ങളിൽ വിചിത്രങ്ങളായ ഈ വഴക്കുകൾക്ക് 500 പരിഹാരങ്ങൾ. എവിടെ പോയതായിരുന്നു? ഞാൻ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ബാത്റൂമിൽ പോയതാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാനവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു, പറയുമ്പോ നമുക്ക് എന്ത് വേണേലും പറയാം, പക്ഷേ ഈ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാന്ന് പറയുന്നത് വലിയ വിഷമാണ്. പ്രത്യേകിച്ച് മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടായിട്ട് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനേ പറ്റില്ല. എനിക്ക് എന്റെ മോഹനേട്ടനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന്. മുഴുവൻ മലയാളികളുടെയും സ്നേഹവും വാത്സല്യവും ഏറ്റുവാങ്ങി മോഹനകൃഷ്ണനും സത്യഭാമയും ഉത്തമനും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തുന്ന 500ാം രാത്രി. പാഠം 500. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. ഈശ്വര, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഈ കാര്യം ഭാമയോട് പോലും പറഞ്ഞിട്ടില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. സംഗതി ഞാൻ പറഞ്ഞ ഉടനെ അവൾ ആഘോഷത്തിനുള്ള വട്ടം കൂട്ടും. ഇക്കാലത്ത് അങ്ങനെ ആഘോഷമൊക്കെ നടത്താൻ പറ്റുമോ? ഞാനൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. എനിക്ക് പറയാൻ വേറെ ആരുമില്ലെന്നറിയാലോ. ഈശ്വര, ഭവേ, എനിക്ക് ഇറങ്ങാൻ നേരമായി. ഊണെടുത്ത് വെച്ചില്ലേ? ഇറങ്ങാൻ നേരമായിരുന്നു. മണി 8 ആയുള്ളൂ മോനേട്ടാ. ഇപ്പോഴത്തെ എങ്ങോട്ട് പോവാ? അത് എനിക്ക് ആഫീസിൽ പോകുന്ന വഴി ഒരിടത്ത് ഇറങ്ങാനുണ്ട്, അതുകൊണ്ട് നേരത്തെ പോണം. അങ്ങനെ ഇറങ്ങണമെങ്കിൽ തലേദിവസം പറയണമെന്ന് എത്ര പ്രാവശ്യം മോഹനോട് പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിലെ ജോലി തീർക്കണേ, അതിനുള്ള സമയം വേണ്ടേ? നല്ല ന്യായം. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കാൻ ഇത് ഹോട്ടലൊന്നുമല്ലല്ലോ. ഒരു വീടാകുമ്പോ ഏത് സമയത്തും എന്താവശ്യം വരുമെന്ന് കരുതിയിരിക്കണം വീട്ടിലുള്ള സ്ത്രീകൾ. അതിന് മാത്രം എന്തുമില്ല അത്യാവശ്യം ഇപ്പൊ ഉണ്ടായത് എന്ന് പറ. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? എനിക്കിന്ന് നേരത്തെ പോണം, അത്ര തന്നെ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ചോറ്റുപാത്രത്തിനുള്ളിൽ ചോറെടുത്ത് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. തന്നില്ലെങ്കിലോ? ഊണില്ലാതെ പോവും. ഒന്നുകിൽ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഊണ് കഴിക്കും, ഇല്ലെങ്കിൽ ഉച്ചയൂണ് വേണ്ടെന്ന് വെക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിച്ചില്ല എന്നോർത്ത് ചത്തുപോത്തൊന്നുമില്ലല്ലോ. എന്നാലും മനസ്സിലുള്ളത് പറയാൻ പറ്റില്ല. ഈ ജന്മത്തെ കൊണ്ട് തോറ്റു. അതെ, ഒരു ദിവസം പട്ടിണി കിടക്കുന്നോണ്ട് ആരും ചത്തു പോകുന്നില്ല. പക്ഷേ സ്വന്തം പിറന്നാളിന് പട്ടിണി കിടക്കാതിരിക്കുന്നല്ലേ നല്ലത്. ഞെട്ടിപ്പോയോ?
പിറന്നാളാണെന്ന് എന്നോട് ആര് പറഞ്ഞു? ഇത് നല്ല ചോദ്യം തന്നെ. ഭർത്താവിന്റെ പിറന്നാള് ഭാര്യ എങ്ങനെ അറിഞ്ഞുവെന്ന്. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചാൽ എത്ര ദിവസം അങ്ങനെ പറ്റും? ഇന്ന് മോഹനേട്ടന്റെ പിറന്നാളാണല്ലോ എന്ന് ഓർത്താണ് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ തള്ളി നീക്കിയത്. ഹാപ്പി ബർത്ത്ഡേ മോഹനേട്ടാ. അയ്യോ ക്ഷമിക്കൂ. എന്റെ മോഹനേട്ടന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നന്ദി. അതെ, ധൃതി പിടിച്ച് പോവാൻ വരട്ടെ. നല്ല ഒന്നാം തരം പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിച്ചിട്ട് പോയാൽ മതി. രാവിലെയോ? പായസം കുടിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഏത് സമയത്തും കുടിച്ചൂടെ? വൈകുന്നേരം ആവുമ്പോഴേക്കും പിറന്നാളിന്റെ രസം പോയല്ലോ എന്നോർത്ത് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയതാ. പക്ഷേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് പാമേ. ഇപ്പൊ ഇറങ്ങിയാല് എന്റെ കാര്യങ്ങളൊക്കെ തീർത്ത് എനിക്ക് 10 മണിക്ക് ഓഫീസിലെത്താൻ പറ്റും. ശരിക്കും പിറന്നാളായിട്ട് മോഹനേട്ടൻ ഇന്ന് ലീവ് എടുക്കായിരുന്നു വേണ്ടത്. ഇന്ന് ലീവ് എടുത്തിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കായിരുന്നു. മോഹനേട്ടൻ ഓഫീസിലുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാറുന്നില്ലേ? ഭാമേ, ഞാൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു പിറന്നാളിന്റെ പേരിൽ ലീവ് എടുക്കുക എന്ന് പറയുന്നത് എന്നെ പോലെ ഒരാൾക്ക് ചേർന്നതേ അല്ല. അത് മാത്രമല്ല, നീ പറയുന്നത് പോലെ ഓഫീസിലുള്ളവരെ ഇങ്ങോട്ട് ക്ഷണിച്ചാൽ ഓഫീസ് പിന്നെ വേറെ ആരുണ്ടാവും? വില്ലേജ് ഓഫീസറുടെ പിറന്നാളിന് വില്ലേജ് ഓഫീസ് അടച്ചിടുക എന്നുള്ളത് ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല. മോഹനേട്ടൻ എന്താ പറയുള്ളൂ എനിക്കറിയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഉച്ചസദ്യയുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാതിരുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ആഘോഷിക്കേണ്ട കാര്യങ്ങളാ മോഹനേട്ടാ. ഭാമേ, ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്നത് നാട്ടുകാരെ അറിയിച്ച് ആർഭാടകരമായ സദ്യ ഉണ്ടാക്കിയിട്ടല്ല. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഗംഗാധര സാറിന്റെ അനാഥ മന്ദിരത്തിലെ കുട്ടികൾക്ക് സദ്യക്കുള്ള പണം കൊടുത്തു. ഇന്നിപ്പോൾ രാവിലെ പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞതും അതിനാണെന്ന് എനിക്കറിയാലോ. പോകുന്ന വഴി ഗംഗാധര സാറിന്റെ അനാഥ മന്ദിരത്തിൽ കയറി സദ്യക്കുള്ള കാശ് കൊടുക്കണം. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? കുറെ വർഷമായില്ലേ ഈ വിചിത്ര മനുഷ്യന്റെ കൂടെ കഴിയുന്നു. മോഹനേട്ടന്റെ മുഖം ഒന്ന് മാറി എനിക്ക് മനസ്സിലാവും. ആ കുട്ടികള് വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അല്ലേ ഭാമേ? എല്ലാ ദിവസവും 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നമുക്കൊക്കെ എന്ത് സദ്യ? എന്റെ പിറന്നാൾ സദ്യ അവർക്കുള്ളതാ. ഒരു ദിവസമെങ്കിലും അവർ രുചിയുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കട്ടെ. സാറേ, ഇനിയിപ്പോ എന്റെ പിറന്നാളെന്ന് ഉത്തമനോട് പറയാൻ നിൽക്കണ്ട. ചെലവ് വേണം എന്നൊക്കെ പറഞ്ഞളയും. ഇവർക്കൊക്കെ വേണ്ടി തോന്നും പോലെ ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു മനുഷ്യൻ. നമസ്കാരമുണ്ട് സാറേ. ഇതെന്താണ് രാവിലെ 8 മണി കഴിഞ്ഞപ്പോ തന്നെ സാർ പോവാ ഇറങ്ങിയ? എന്തുപറ്റി സാറേ? ആഫീസിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങുന്നു. എന്താണ് തുവൻ രാവിലെ? അല്ല, ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വന്നൊന്നുമല്ല. ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം വന്ന് അപ്പൊ തോന്നി ഇവിടെ കയറി മോഹനേട്ടൻ സാറിനെ ഒന്ന് കണ്ടു കളയാം, അത്രേ ഉള്ളൂ. ഇതുവഴി പോകുന്ന മറ്റാളുകൾക്കും അങ്ങനെ തോന്നി തുടങ്ങിയാൽ ഞാൻ പാടുപെട്ടു പോവും. എന്തോ സാറേ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. സാറ് രാവിലെ ഉടക്കമൂടിലാണെന്ന് തോന്നുന്നല്ലോ. ഉത്തമ, ഓ, ഇതെന്താ നോക്കില്ലേ? പായസം. ഇന്ന് സാറിന്റെ പിറന്നാളല്ലേ? അത് ഉത്തമനോട് പറയരുത് ഞാൻ പറഞ്ഞല്ലേ. ഇനിയിപ്പോ ഉത്തമൻ എന്താ പറയുന്നത് കേട്ടോ? സദ്യ വേണം, ആന വേണം, തേങ്ങ വേണം എന്നൊക്കെ. നല്ല അസല് പായസം വെക്കില്ലേ? ഇതെങ്ങനെ ഇത്ര ടേസ്റ്റ് ആയിട്ട് പായസം ഉണ്ടാക്കുന്നേ? മോഹനേട്ടന്റെ പിറന്നാളാകുമ്പോ പായസത്തിന് രുചി കുറയ്ക്കാൻ പറ്റൂ ഉത്തമ. സത്യത്തിൽ ഇന്ന് ഈ പായസം ഒതുക്കേണ്ടതല്ലായിരുന്നു ആഘോഷം. ഉച്ചയ്ക്കൊരു ഉഗ്ര സദ്യ നടത്തേണ്ടതാണ്. പക്ഷേ ഉത്തമൻ അറിയാലോ സാറിന്റെ സ്വഭാവം. 10 പൈസ മടുക്കുള്ള പിറന്നാൾ ആഘോഷത്തിന് മോഹനേട്ടൻ സമ്മതിക്കില്ല. എന്താ മോഹനേട്ടാ, സന്തോഷമുള്ള കാര്യല്ലേ? സാറേ, എന്റെ വക ഒരു സമ്മാനം. ഇന്ന് എന്റെ പിറന്നാളാണെന്ന് ഉത്തമനെ അറിയാം. സാർ ഒരു ഭയങ്കര വില്ലേജീസറല്ലേ, അപ്പൊ പിന്നെ അതങ്ങനെ അറിയാതിരിക്കും. സാർ ഇത് പിടി. എന്താണ്? എന്റെ പൊന്ന് സാറേ, ഇത് കൈക്കൂലിയായിട്ടൊന്നും കാണണ്ട. സാറിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. എന്തിനാ ഉത്തമം വന്നതെന്ന് ചോദിച്ച പാടെ വെറുതെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞതേ, അതുകൊണ്ടാ. അതെന്താ നോക്കും വേണ്ട, ഇത് ഭയങ്കര സീലിംഗ് ആണ്.
ആഹാ, പേന. ഇതിന് നല്ല വിലയിട്ടുണ്ടാവല്ലോ. പൈസ അല്ലല്ലോ വക്കീലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മള് മനുഷ്യർ തമ്മിലുള്ള ഒരു സ്നേഹമല്ലേ? അത് ഈ സാറിനൊന്ന് പറഞ്ഞു കൊടുക്കുത്തമ്മ. നീ അങ്ങോട്ട് വന്നേ. ഈ പേന കൈന്നിട്ട് വാങ്ങിട്ട് ഒരു താങ്ക്സ് പറഞ്ഞൂടെ മോഹനട്ടാ. നന്ദി. ഉത്തരവിടത്തേക്ക് ഞങ്ങൾ പോരാ. ഉഗ്ര പായസം കേട്ടാ. വക്കീലേ, പായസം ഒരു ഗ്ലാസ് കൂടെ വേണ്ടി വരുവേ. എന്താ നിന്റെ ഉദ്ദേശം? എന്താണ്? നീ എന്തിനാണ് എന്റെ പിറന്നാളാണെന്ന് ഉത്തമനോട് പറയാൻ പോയത്? ഇതെന്താണ് മോഹനട്ടാ? മോഹനട്ട് ഒരു മോഷണം നടത്തിയെന്നോ ഏതെങ്കിലും ഒരു പെണ്ണ് ഉപദ്രവിച്ചു എന്നൊന്നും അല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന് മോഹനന്റെ പിറന്നാളാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്ത് ഇത്ര കുഴപ്പം? അതിന് കുഴപ്പമുണ്ട്. നിനക്കറിയാലോ ഉത്തമന്റെ സ്വഭാവം. നാട് നീളെ ഓരോരോ കാര്യങ്ങൾക്കായി തിണ്ടി തിരിഞ്ഞ് നടക്കുന്നവനാ. കാണുന്നവരുടെ അടുത്തൊക്കെ അവൻ പറയും, അറിഞ്ഞോ ഇന്ന് മോഹനകൃഷ്ണ സാറിന്റെ പിറന്നാളാണ്, ഇന്ന് മോഹനകൃഷ്ണ സാറിന്റെ പിറന്നാളാണ് എന്ന്. അതെന്താണ് മോഹനയുടെ കുഴപ്പം? ഭാമേ, ഞാൻ ഇവിടുന്ന് ആഫീസിലേക്ക് പോകുമ്പോ കാണുന്നവര് മുഴുവൻ ചോദിക്കും, പിറന്നാളായിട്ട് ചെലവൊന്നുമില്ല സാറേ എന്ന്. ചെലവില്ല എന്ന് പറഞ്ഞാൽ അവര് പറയും ഞാൻ ഭൂലോക പിശുക്കനാണെന്ന്. ചെലവ് ചെയ്യാന്ന് വെച്ചാ രൂപ എത്ര ചെലവാവുന്നത്? കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ ഒരു പിറന്നാളിന്റെ പേരിൽ ചെലവ് ചെയ്ത് കളയാൻ കെ മോഹനകൃഷ്ണൻ തയ്യാറല്ല. മോഹനേട്ടാ, വഴി കാണുന്ന പരിചയക്കാർക്കോ ആഫീസിൽ വരുന്നവർക്കോ ഓരോ മിഠായി വാങ്ങിക്കൊടുത്താൽ എന്ത് നഷ്ടം എന്റെ മോഹനേട്ടുണ്ടാവുക? ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഓരോ സന്തോഷങ്ങള്. എന്തായാലും ഉത്തമനോട് പറഞ്ഞത് പറഞ്ഞു. ഇനി ഈ കാര്യം ഈ നാട്ടിൽ ഒരാൾ അറിയരുത്. സത്യം പറഞ്ഞ നീ ഒരുത്തിയാ നാട്ടുകാരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ പിശുക്കനാക്കിയത്. ഇഷ്ടം തന്നെ. ഇതെന്താ മോനേട്ടാ? പിറന്നാൾ ആളുകൾ ആശംസ പറയുന്നത് കേൾക്കുന്നത് ഒരു സുഖല്ലേ? കാശ് മുടക്കുള്ള ഒരു സുഖം വേണമെന്നുള്ളതാണ് എന്റെ തീരുമാനം. ഇന്ന് എന്റെ പിറന്നാളാണെന്ന് ഇനി ആരോടെങ്കിലും പറഞ്ഞ നീ വിവരം അറിയും. സാറേ, ഉത്തമ പോയിട്ട് ഇനി ഒരു മനുഷ്യരോടും മിണ്ടരുതെന്ന് ഞാൻ ഉത്തമനോട് പറയും. ആഹാ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം സാർ. എല്ലാരും കൂടെ എന്താ ഇവിടെ? ഫിലാഫീസ് ഇങ്ങോട്ട് മാറ്റിയോ? ഹാപ്പി ബർത്ത്ഡേ സാർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിറന്നാൾ ആശംസകൾ. ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്. നടക്ക് നടക്ക് പോ. പിറന്നാളാണെന്ന കാര്യം സാറ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഓർക്കാതിരിക്കോ? ആപ്പീസി ഒന്ന് പിറന്നാൾ ആഘോഷിക്കാന്ന് വെച്ചാ സാറ് സമ്മതിക്കില്ല, അത് ഉറപ്പാ. അതുകൊണ്ട് ആപ്പീസ് സമയത്തിന് മുമ്പ് ഞങ്ങൾ ഇഞ്ഞു പോന്നെ. അവിടെ വരുമ്പോ സാറ് മിഠായി പോലും വാങ്ങി തരില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ട് ഇവിടെ വന്ന് വക്കീലുണ്ടാക്കിയ വല്ലതും കഴിച്ചിട്ട് പോവാതെ. ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിടുന്നില്ലേ? ആര് പറഞ്ഞു? പായസം വെച്ചൊന്ന് വക്കീല് വിളിച്ച് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്. നോക്കട്ട, എല്ലാരോടും പിറന്നാളിന്റെ കാര്യം പറഞ്ഞത് ഞാനാ. മോഹനോട് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് ക്ഷണിച്ചിട്ടാണ് ഇവര് വന്നത്. സാർ, എന്റെ വക ഒരു സമ്മാനം. നോക്ക് നിൽക്കാതെ വാങ്ങ്. സാറേ, അത് ബോംബൊന്നുമില്ല, പൊട്ടിത്തെറിക്കൊന്നുമില്ല, വാങ്ങ. ഇതാ സാർ എന്റെ സമ്മാനം. ഇത് എന്റെ വക സാർ. അപ്പൊ ഇനി നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ ഇരുന്ന വക്കീൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗംഭീരമായ പായസം ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാവുന്നതാണ്. പിന്നെന്താ കുടിക്കാൻ? പിന്നെ വക്കീലെ, ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു എന്നുള്ള കാര്യം നേരാണ്. എന്നാലും ഒരു ഗ്ലാസ് കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ കുടിച്ചു കളയും. ഇപ്പൊ കൊണ്ടുവരാം. എന്നാ നിങ്ങളിവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാം. സ്വയംപ്രഭ സാറേ, കല്യാണാലോചനയൊക്കെ നടക്കല്ലേ?
വക്കീലിനോട് ചോദിച്ചിട്ട് പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചോ. ആവശ്യം വരും. ആവശ്യം വരും. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അയാളുടെ ആമാശയത്തിലൂടെയാണ് എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. ആഹാ, ഉത്തമന് ഇംഗ്ലീഷ് ചൊല്ലൊക്കെ അറിയോ? ഉത്തമൻ അറിഞ്ഞുകൂടാത്തായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് കാഞ്ചന സാറേ? ഭാമേ, നീ എന്നെ നശിപ്പിച്ചടങ്ങും. എന്താണ്? നീ എന്തിനാണ് ആഫീസിലുള്ള സകലരെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? മോഹനേട്ടന്റെ പിറന്നാളായതുകൊണ്ട്. പക്ഷേ ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ പായസം വെച്ചു കൊടുക്കുന്ന കാശ് എത്രയാവും? എന്റെ മോഹനേട്ടാ പറയുമ്പോ മുന്തിയ വില്ലേജ് ഓഫീസറാ. പക്ഷേ മോഹനേട്ടന് തീരെ ബുദ്ധിയില്ല. ഞാൻ ആ പായസം വെച്ചതിനാകെ ചെലവായത് 200 രൂപയിൽ താഴെയാണ്. ഉത്തമൻ തന്ന ഈ പേനയ്ക്ക് മാത്രം 500 രൂപ കൂടുതലുണ്ട്. പിന്നെ സ്വയംപ്രഭയും കാഞ്ചനെ ശിശുപാലൻ ചേട്ടനും ഒക്കെ തന്നു എല്ലാം കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ തരക്കേടില്ലാത്തൊരു തുകയുടെ സമ്മാനം കാണും. ചുരുക്കി പറഞ്ഞ മോഹനേട്ടന്റെ പിറന്നാളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ ലാഭം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലാഭം എനിക്ക് വേണ്ട. അങ്ങനെ പണം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ തരത്തിൽ പണം ഉണ്ടാക്കാമായിരുന്നു? വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലിടാനാണോ പാട്? അയ്യോ, ഇത് കൈക്കൂലി അല്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടന്റെ പിറന്നാളിന് അവരെ സന്തോഷമായിട്ട് തരുന്ന സമ്മാനങ്ങളല്ലേ. ഇതുവരെ മോഹനേട്ടന്റെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചിട്ടില്ലല്ലോ. ഇത് ആദ്യമായിട്ടല്ലേ. വരുന്നവരെല്ലാം വരട്ടെ. അവർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അതല്ലല്ലോ ഭാമ, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ്. എന്റെ പിറന്നാൾ നമ്മുടെ പരിചയക്കാരോടൊപ്പം ആഘോഷിച്ചാൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താ വ്യത്യാസം? ഗംഗാധര സാറിന്റെ കാര്യം നീ ഓർത്തു നോക്ക്. അനാഥരായ 10-30 കുട്ടികളെ സ്വന്തം പെൻഷനും മറ്റുള്ളവരുടെ സഹായവും കൊണ്ട് ഗംഗാധര സാർ പോറ്റുന്നു, പഠിപ്പിക്കുന്നു. ഈ പിറന്നാളിലും ആ കുട്ടികൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാനും അവർക്കൊരു സദ്യ കൊടുക്കുന്നതിലും വലിയ എന്ത് കാര്യമുള്ളത്? നീ പായസം വെക്കാൻ ചെലവാക്കിയ പൈസ ആ കുട്ടികൾക്കാണ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എന്ത് സന്തോഷമായനെ. ഭാമേ, നമ്മളെ കൊണ്ട് ആവശ്യമുള്ളവരെയാണ് നമ്മൾ സഹായിക്കുന്നത്. ഇതൊക്കെ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു മോഹനേട്ടാ? അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പായസം കൊടുത്തിട്ട് നമുക്ക് 2 പേർക്കൂടെ ഗംഗാധര സാറിന്റെ അടുത്തേക്ക് പോവാം. ഞാനും വരില്ലേ മോഹനേട്ടന്റെ കൂടെ? ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക്. മോഹനേട്ടനെ പറ്റി ആളുകൾ നല്ലത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതെങ്കിലും എനിക്കൊന്ന് സമ്മതിച്ചതാ. സാറേ, പായസത്തിനായി കിടന്ന് ബഹളം വെക്കുന്ന കണ്ടില്ലേ? എന്തായാലും എല്ലാത്തിനെ വിളിച്ച് കയറ്റി. ഇനി പായസം കൊടുക്കാൻ പറ്റില്ലല്ലോ, എടുത്തു കൊടു. എന്താ തോമ? സാറിനെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആര്? മുറ്റത്ത് നിൽപ്പുണ്ട്. സാറിനെ കണ്ടിട്ട് അകത്തേക്ക് കയറുന്നുള്ളൂ എന്ന് പറഞ്ഞ്. ആ, ഗംഗാധര സാറാ. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ എവിടെ നിന്ന് കളഞ്ഞ അകത്തേക്ക് വരുമോ? അകത്തേക്കിരിക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അയ്യോ, ഗംഗാധര സാറോ? സാറത്തെ എവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്താ സാർ കയ്യില്? ഇന്ന് തന്റെ പിറന്നാളല്ലേ. പിറന്നാളുകാരനെ കാണാൻ വരുമ്പോ കൈയും വീശി വരുന്ന എങ്ങനെയാ? അയ്യോ, അതോട് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യഭാമ പറഞ്ഞൊന്നുമല്ല. കഴിഞ്ഞ പിറന്നാളിന് എൻ്റെ 30 കുട്ടികൾക്ക് പുതിയ ഉടുപ്പും വാങ്ങി താൻ എൻ്റെ വീട്ടിൽ കയറി വന്നത് ഇന്നലെ എന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കേട്ടോ സത്യഭാമേ, അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അസൽ സദ്യക്കുള്ള പണവും തന്നിട്ടാ മോഹനകൃഷ്ണൻ പോയത്. എന്നോട് പറഞ്ഞിരുന്നു സാർ. ഇന്നും എനിക്കും കുട്ടികൾക്കുമുള്ള സമ്മാനവുമായി മോഹനകൃഷ്ണൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇയാൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇന്ന് തൻ്റെ പിറന്നാളാണെന്ന് ഞാൻ കുട്ടികളോട് ഇന്നലെ പറഞ്ഞു. അപ്പോ അവർക്കൊരാഗ്രഹം, ഈ പിറന്നാളിന് തനിക്കൊരു സമ്മാനം അവരുടെ വകയായിട്ട് തരണമെന്ന്. ദാരിദ്ര്യം കൊണ്ട് ഗതികെട്ട സമയത്ത് അവർക്ക് ഒരുപാട് വട്ടം ഭക്ഷണം വാങ്ങിക്കൊടുത്ത ആളല്ലേ. അവർക്ക് മോഹനകൃഷ്ണനെ മറക്കാൻ പറ്റുമോ? ഇതെന്താ സാർ? വലിയ സമ്മാനമൊന്നും വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലെന്നറിയാമല്ലോ.
കുട്ടികളെ കടയിൽ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു വിട്ടിട്ട് തിരികെ വരുമ്പോ അവർ ബാക്കി കൊണ്ടുവരുന്ന ചില്ലറ ഞാൻ വാങ്ങാറില്ല. കുട്ടികളല്ലേ, വല്ലപ്പോഴും ഓരോ മുട്ടായോ മറ്റോ വാങ്ങി കഴിക്കട്ടെന്ന് കരുതുന്നു. പക്ഷേ അവരങ്ങനെയൊന്നും പണം ചെലവാക്കില്ല. എല്ലാവരും കൂടി കൂട്ടിവെച്ച പണം ഇന്ന് എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് വാങ്ങിയതാ. ഒരു കേക്ക, ഒരുപാട് വില കൂടിയതൊന്നുമല്ല. അങ്ങനെ വാങ്ങാനുള്ള പണമില്ലല്ലോ. സാർ, ഈ കേക്ക് എത്ര വില കുറഞ്ഞായാലും ഇതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചിയുള്ള ഭക്ഷണത്തെക്കാൾ രുചി ഉണ്ടാവും. കാരണം ഇതിൽ നിറയെ സ്നേഹമുണ്ട്. ഇതാ അകത്തേക്ക് ഇരിക്കുക സാർ. ശരി. ഹലോ, ഞാനോട്ടൊന്ന് പായസത്തെ പറ്റി പറഞ്ഞല്ലോ. ഞാനത് കുടിച്ചു നോക്കില്ലല്ലോ. പക്ഷേ കുടിച്ചു നോക്കാതെ തന്നെ പറയാം. ആ പായസത്തിന് നല്ല മധുരം ഉണ്ടാവും. സ്നേഹത്തിന്റെ മധുരം. സോപ്പ്. സോപ്പിന് മധുരമല്ലല്ലോ, ചവർപ്പല്ലേ. എന്തായാലും എന്റെ വക്കീലിനെ സമ്മതിച്ചു. ഞാനറിയാതെ തിരക്കൊപ്പിച്ചല്ലോ. മോഹനട്ടാ, മനുഷ്യന്റെ ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള അവസരം അപൂർവമായിട്ട് കിട്ടും. കിട്ടുന്ന അവസരങ്ങൾ കളയരുത്. ഇത്തരം കൊച്ചു കൊച്ചു ആഘോഷങ്ങളില്ലാതെ പിന്നെ എന്ത് ജീവിത? Happy birthday to you. Happy birthday to you. Happy birthday dear Mohanita. Happy birthday to you. ഇത് കേവലം ഒരു പിറന്നാൾ ആഘോഷം മാത്രമല്ല. ഒട്ടും നിസാരമല്ലാത്ത കാര്യങ്ങൾ സത്യസന്ധമായും സതുദ്ദേശപരമായും പറഞ്ഞ് മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി 500 രാത്രികൾ കടന്നുപോയതിന്റെ ആഹ്ലാദ പ്രകടനം കൂടിയാണ്. കാര്യം നിസാരത്തെ മനം നിറഞ്ഞു സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി.